ഏതായാലും ഉസ്താദ് പറഞ്ഞ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ഉസ്താദിന്റെ വാക്കുകളിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അപ്പൊ ഈയിടെയായി ആ സ്ഥാപനത്തിന്റെ ഗരിമക്ക്, അതിന്റെ വൈശിഷ്ട്യത്തിന്, അതിന്റെ ഉന്നതിക്ക് വിഘാതമാകുന്ന ചില നീക്കങ്ങളൊക്കെ ഉണ്ടായി. അതിൽ അവസാനമായി ഉണ്ടായത്, പരസ്യമായി ഉണ്ടായത് 3 ദിവസം മുമ്പ്, ഏഴാം തീയതി പെരിന്തൽമണ്ണയിൽ ഒരു സമ്മേളനം നടത്തപ്പെട്ടു. അതിന്റെ കാരണമായി അവർ പറഞ്ഞത്, ജാമിയ നൂരിയയിൽ 4-5 വർഷമായി അധ്യാപന സേവനം ചെയ്തിരുന്ന KV അസ്ഗർ അലി ഫൈസി, അദ്ദേഹം ഞങ്ങളുടെ സമകാലികനാണ്, ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന അന്ന് അവിടെ പഠിച്ചിരുന്ന ആളാണ്. അദ്ദേഹം അവിടെ അധ്യാപകനായിരുന്നു. അദ്ദേഹം ഈയിടെയായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ മേധാവികൾക്കും നേതാക്കന്മാരിലും ചിലർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ നടത്തി, ചില പ്രസംഗങ്ങൾ ചില സ്ഥലത്തൊക്കെ നടത്തി, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുമായി അങ്ങനെയുള്ള ആശയവിനിമയങ്ങളൊക്കെ നടത്തി. അങ്ങനെ ഒരു മാർഗഭ്രംശം ആ വിഷയത്തിൽ സംഭവിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ഉസ്താദ് പറയുന്നത് അടുത്ത മാർഗഭ്രംശം സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. മാത്രമല്ല, ബഹുമാനപ്പെട്ട അസ്ഗർ അലി ഫൈസി ഉസ്താദിനെ പുറത്താക്കിയ നടപടിയെ കുറിച്ച് ഉസ്താദ് പറയുന്നത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കളിൽ ചിലരെ കുറിച്ച് വളരെ മോശമായ പരാമർശങ്ങളും വിമർശനങ്ങളും ബഹുമാനപ്പെട്ട അസ്ഗർ അലി ഫൈസി ഉസ്താദ് നടത്തി എന്നാണ്. എന്റെ ബഹുവന്യരായ ബഹാവുദ്ദീൻ നദി ഉസ്താദെ, ബഹുമാനപ്പെട്ട അസ്ഗർ അലി ഫൈസി ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കളിൽ ഒരാളെയെങ്കിലും പരസ്യമായി വിമർശിച്ച ഒരു രേഖ ഉസ്താദിന് ഹാജരാക്കാൻ സാധിക്കുമോ? ഇല്ലെങ്കിൽ ഉസ്താദിന്റെ ശിഷ്യന്മാര് ഫേസ്ബുക്കിലൊക്കെ സമസ്തയുടെ പേരും വേൾഡ് സമസ്ത സർക്കിൾ എന്ന പേരിൽ ഉസ്താദിന്റെ ശിഷ്യന്മാര് തന്നെ നടത്തുന്ന, നിരന്തരം സമസ്തയെയും സമസ്തയുടെ ആലിമീങ്ങളെയും തേജോവധം ചെയ്തുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും പോസ്റ്ററുകളും വീഡിയോകളും നിരന്തരം പ്രചരിപ്പിക്കുന്ന ഉസ്താദിന്റെ ശിഷ്യന്മാര് തന്നെ ധാരാളമുള്ള സ്ഥിതിക്ക് അവരാരെങ്കിലും ഒന്ന് പുറത്തു കൊണ്ടുവന്നാലും മതി. പിന്നെ ഉസ്താദ് പറയുന്നത്, അസ്ഗർ അലി ഫൈസി ഉസ്താദിന്റെ ശിഷ്യന്മാരോടുള്ള സംസാരത്തിൽ പറഞ്ഞു എന്നാണ്. ശിഷ്യന്മാരോടുള്ള സംസാരത്തിലുള്ള ഇതിന്റെ പേരിലാണോ ജാമിയയിൽ നിന്ന് നടപടിയെടുത്തത് എന്നത് ഒരു ചോദ്യം. അതിന്റെ കൂടെ തന്നെ അങ്ങനെ ഒരു സംസാരം ശിഷ്യന്മാരോട് ഉസ്താദ് എന്ത് സംസാരമാണ് പറഞ്ഞത് എന്നും, എന്താണ് ശിഷ്യന്മാരോട് അസ്ഗർ അലി ഫൈസി ഉസ്താദ് പറഞ്ഞതെന്നും, എങ്കിൽ ആ പറഞ്ഞതിന്റെ തെളിവും ഉസ്താദിന് പൊതുസമൂഹത്തോട് ബോധ്യപ്പെടുത്താൻ ഒരു ബാധ്യതയുണ്ട്. സമസ്തയുടെ മുഷാവറ മെമ്പർമാരിൽ ഒരാളാണല്ലോ അങ്ങ്. ദാറുൽ ഹുദയുടെ വൈസ് ചാൻസലർ എന്ന പദവിക്കപ്പുറം സമസ്തയുടെ മുഷാവറ മെമ്പർമാരിൽപ്പെട്ട ഒരാളാണ് അങ്ങ്. ബഹുമാന്യ വ്യക്തിത്വമാണ്. എല്ലാ ആദരവും വകവെച്ചുകൊണ്ട് തന്നെ അതേ മുഷാവറയിൽ താങ്കളോളം പ്രായമുള്ള മറ്റൊരു വന്യവയോധികനായ പണ്ഡിതനെ കുറിച്ച് നിരർത്ഥകമായ ഒരു ആരോപണം ഉന്നയിച്ചു പോകുമ്പോൾ ആരെങ്കിലും ഒക്കെ അതൊന്ന് ചോദ്യം ചെയ്യണ്ടേ? ആരെങ്കിലും അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണമല്ലോ. അതുകൊണ്ട് ബഹുമാന്യരായ ബഹാവുദ്ദീൻ നദി ഉസ്താദ് ഒന്നുകിൽ അത് പറയുമായിരിക്കും, അല്ലെങ്കിൽ ഉസ്താദിന്റെ ശിഷ്യന്മാര് തെളിയിക്കുമായിരിക്കും, അല്ലെങ്കിൽ ജാമിഅയിൽ നടക്കാൻ പോകുന്നു എന്ന് പറയപ്പെടുന്ന സമാന്തര പരിപാടിയിൽ ആരെങ്കിലും അത് വിശദീകരിക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്.